അങ്ങനെ 310 ദിവസങ്ങൾ കൊണ്ട് ഏറെ കൊട്ടിഘോഷപ്പെട്ട് ഭരണത്തിൽ കയറിയ ശ്വേതാ നേതൃത്വത്തിലുള്ള കൂടുതലായും വനിതകൾ നയിക്കുന്ന ആ അമ്മ സംഘടന ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 1 തൊട്ടുള്ള നമ്മൾ വന്ന കമ്മിറ്റിന്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റിന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിലും കൊടുത്ത കാര്യം അങ്ങനെയാണല്ലോ ഒരാളെ വളർത്തിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ചെയ്യുന്നത്. അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതല്ലേ. ഇത് കുറ്റാരോപിതരെ തിരികെ വരുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ ഒരു നീക്കം അങ്ങനെ വരാതിരിക്കാൻ സമൂഹവും എന്നെപ്പോലത്തെ കലാകാരന്മാരും ശ്രേഷ്ഠരായി നിങ്ങളെപ്പോലത്തെ മാധ്യമ സുഹൃത്തുക്കളും കണ്ണും കാതും തുറന്നിരിക്കുക. അതാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളത്. ഈ ശ്വേത തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരാൾ കേസ് കൊണ്ട് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ബാബുരാജാണ് എന്റെ പറയുന്നത്. നിങ്ങൾ തന്നെയല്ലേ എന്നോട് ചോദിച്ചത്? എന്നിട്ട് എന്താ അതിന്റെ പുറകെ പോവാന്? ഇപ്പൊ പറയുന്നത് ശ്വേത തന്നെയാണ് അതിന്റെ പുറകിൽ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതൊന്നും വില പോവില്ല. എനിക്കതിനകത്ത് പ്രശ്നമില്ല. ഞാൻ എല്ലാ അല്ലല്ല, അതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ഇതിന്റെ പറയുന്നത്. ചേട്ടന്റെ കമ്മിറ്റിയിലായിരുന്നു കണക്കിന് പ്രശ്നമെന്നാണ് പറയുന്നത്. ഞാനൊരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞിട്ടില്ല. എന്താണ് രാജിവെച്ച് പുറത്തേക്ക് പോവാണ്? അല്ല ഓക്കെ വിട്ടോ 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 വിടട്ടെ വിട്ടെ പോട്ടെ 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 പോട്ടെ. ആ ഇവിടെ ഉണ്ട്. ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ദിലീപും ഇടവേള ബാബുവും ഒക്കെ സ്ഥാനങ്ങളിലിരുന്നപ്പോൾ അവർക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി ഇതുപോലെ മീഡിയ വഴി ഒന്നും പുറത്തു വന്നിരുന്നില്ല ഇന്നസെൻറ്റിൻ്റെ ഭരണകാലത്തും.